വീട്ടിൽ ഇക്കാക്കൊഴിച്ച് എനിക്കും ഉമ്മച്ചിക്കും അബ്ജിക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള സാധനം കേട്ടോ പോട്ടി. അപ്പോൾ നന്നാക്കിയെടുക്കൽ വൺ ടാസ്ക് ആയതുകൊണ്ട് എപ്പോഴെപ്പോഴൊന്നും വാങ്ങിക്കില്ല. പക്ഷേ ഉമ്മച്ചി അത് സിമ്പിളായിട്ട് ഹാൻഡിൽ ചെയ്യും. ഇത്തവണ വാപ്പിച്ച് വന്നപ്പോൾ കൊണ്ടുവന്നത് ഒരുവിധം ക്ലീൻ ചെയ്ത പോട്ടിയായിരുന്നു കേട്ടോ. അല്ലാത്തപ്പോൾ ക്ലീൻ ചെയ്യാതെ കൊണ്ടുവരാറ്. എന്തായാലും ഉമ്മച്ചി നല്ലോണം അതിൻ്റെ വേസ്റ്റൊക്കെ പറിച്ച് കളഞ്ഞിട്ട് ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുത്തു. സാധാരണ അത് ചൂടുവെള്ളത്തിലിട്ടിട്ട് വേസ്റ്റൊക്കെ കളഞ്ഞാണ് കട്ട് ചെയ്യാറ്. ഇത്തവണ നല്ലോണം ക്ലീൻ ചെയ്ത് കൊണ്ടുവന്ന കാരണം കട്ട് ചെയ്ത് ചെറിയ പീസാക്കിയിട്ട് തിളച്ച വെള്ളത്തിൽ കുറച്ച് നേരം ഇട്ട് വെച്ചു. എന്നിട്ട് ആ ചൂടാറണതിന് മുന്നേ തന്നെ അത് അരിപ്പയിലേക്ക് കോരി മാറ്റി നല്ലപോലെ പച്ചവെള്ളവും ഒഴിച്ച് ക്ലീൻ ചെയ്തെടുത്തു. നന്നായിട്ട് ക്ലീൻ ചെയ്തില്ലെങ്കിൽ അതിനൊരു ടേസ്റ്റ് മാറ്റം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ക്ലീനിങ്ങിലാണ് അതിൻ്റെ സംഗതികളിരിക്കുന്നത്. അപ്പോൾ നല്ലോണം ക്ലീൻ ചെയ്തിട്ട് കുക്കറിലിട്ട് വേവിക്കാം. കാരണം നല്ലപോലെ വേവുണ്ട് അതിന്. അപ്പോൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും പിന്നെ കുരുമുളക് പൊടി, ബീഫും പോട്ടിയും ലിവറൊക്കെ ഫ്രൈ ചെയ്യാൻ നേരത്തെ കുരുമുളക് പൊടി മസ്റ്റാട്ടോ. അത് നല്ലപോലെ ചേർത്തില്ലെങ്കിൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ അതിലേക്ക് ചേർത്തത് സാധാരണ മുളക് പൊടിയും കാശ്മീരി മുളക് പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുത്തിട്ട് കുക്കറിൽ അടച്ച് വെച്ച് വേവിച്ചു. നല്ലപോലെ വേവുണ്ടായിരുന്നു. ഞങ്ങൾ ആദ്യം ഒരു 5-6 വിസിൽ വന്ന് തുറന്നു നോക്കിയപ്പോൾ അത് വെന്തിട്ടുണ്ടായില്ല. പിന്നെ കുറച്ച് വെള്ളവും അതിനകത്തുണ്ടായിരുന്നു. എന്നിട്ട് ഒന്നുകൂടെയും അത് കുക്കറിൽ തന്നെ നല്ലപോലെ വേവിച്ചെടുത്തു. ഇനി അതൊന്ന് ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കി അതിനകത്ത് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും ഒക്കെ കൂടിയിട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുത്തു. അത് മൂപ്പിക്കാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടായിരുന്നു കേട്ടോ. പോട്ടി ഒരുവിധം വെള്ളം പറ്റിയത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചായിരുന്നു, എല്ലാം കൂടെ എടുക്കണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ കുറച്ചെടുത്ത് കറി വയ്ക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പം ഫ്രൈ ചെയ്യാം ആവശ്യത്തിനുള്ളത്. അതിനകത്തേക്ക് കറിവേപ്പിലയും ഇട്ടു. പിന്നെ കുറച്ച് മല്ലിപ്പൊടി ഒരുപാടൊന്നും ചേർത്തില്ല. ആദ്യം മല്ലിപ്പൊടി ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുത്തു. എന്നിട്ട് കുറച്ച് ഗരം മസാലയും അതുപോലെ കുറച്ച് മീറ്റ് മസാലയും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് ആ പച്ചമണം പോണ വരെ മിക്സ് ചെയ്തെടുത്തു. എന്നിട്ട് പോട്ടി അതിലേക്കിട്ട് നല്ലപോലെ വരട്ടിയെടുത്തു. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു.